ഹരി, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷേ എന്റെ മുമ്പിൽ വരുന്ന പെറ്റീഷൻ മാന്യമായി തീർപ്പാക്കുക എന്നത് എന്റെ ഉത്തരവാദിത്ത. സോ ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അത് എന്ത് അനീതിയാണ് സർ? അത് പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന രണ്ടുപേരെ നിയമം അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സെന്റിമെന്റ്സും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ അത് പാടില്ല. നിങ്ങളുടെ പ്രണയവും ഒന്നിച്ച് താമസിക്കലും ഒക്കെ അയാളുമായിട്ടുള്ള വിവാഹമോചനം കഴിഞ്ഞിട്ട് മതി. സാർ അയാളുടെ വക്കാലത്ത് ഏറ്റെടുത്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. എന്തോ സാറേ, ആളുകളെ സ്വാധീനിക്കാൻ അയാൾ മിടുക്കനാണ്. അയാൾക്ക് അതിനുള്ള സാമ്പത്തികമായ സോഴ്സും ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങൾ തലകുനിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായടാ. ജീവനിൽ നിന്ന് ഞാൻ പണം പറ്റി അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നല്ലേ നേരെ ചൊവ്വേ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരേണ്ട വഴി എനിക്കറിയാം. ഇപ്പോ ഇവിടുന്ന് പോയിക്കോ. എന്നിട്ട് ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ നീ ജീവിക്ക്. അല്ലെങ്കിൽ രണ്ടിനെയും തൂക്കിയെടുത്ത് കോടതി കൊണ്ടുപോയി നിർത്തും ഞാൻ. അവിടെ നിന്ന് നാറും രണ്ടുപേരും. പോടാ. തിരിച്ചു പിടിക്കണമെന്നുണ്ടായിരുന്നു സാറേ. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, കിസി കാ ഹോക്കെ ദുബാര നാ ആന മേരി തരഫ്. മനസ്സിലായില്ലല്ലേ? വേറെ ഒരുത്തന്റെ ആയതൊന്നും ഈ ജീവന് വേണ്ട സാറേ. മറ്റൊരുത്തന്റെ ചെറുവിരലിൽ തൊടുന്ന ഒരുത്തി പോലും ജീവന്റെ മനസ്സിൽ പതിയില്ല സാറേ. ഇതൊരു കടം വീട്ടലല്ലേ സാറേ? രണ്ടുപേർക്കുണ്ട് ഒരുപാട് കടങ്ങള്. ഇന്നു മുതല് ഞാനതങ്ങ് വീട്ടാൻ തുടങ്ങുക. താൻ എന്നെ കുരുക്കിക്കളയരുത് കേട്ടോ. ഹേയ്, ഒരിക്കലുമില്ല സാറേ. സാറിന്റെ സ്വന്തം ആളല്ലേ. ജീവൻ ജയാറായതിന് പുറകില് ഇതുപോലെ കുറച്ചധികം കഥകളുണ്ട്. സൗകര്യം പോലെ നമുക്കൊന്നിരിക്കാം. അപ്പൊ പറഞ്ഞു തരാം ഞാൻ. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രണ്ടുപേരെ പിരിച്ച് രണ്ടിടങ്ങളിലായിട്ട് നിർത്തുക എന്ന് പറയുമ്പോ അതൊരു സുഖമുള്ള ഏർപ്പാടല്ലേ സാറേ? യെസ്, അതൊരു സുഖമുള്ള ഏർപ്പാടാ. അല്ല, മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിക്കുക. ഈ പോലീസുകാരാണോ നിങ്ങളെ പിരിക്കുന്ന കാര്യം തീരുമാനിക്കുന്നത്? എടാ, നീ കണ്ണീര് മാത്രം കുടിച്ചോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? അന്നൊക്കെ ഈ പോലീസുകാർ എവിടെയായിരുന്നു? നിന്നെ കൊല്ലാൻ ആ ജീവൻ പലവട്ടം നോക്കിയതല്ലേ? അന്ന് ആരെയും കണ്ടില്ലല്ലോ. സിഐയോട് അയാൾ എന്തോ പറഞ്ഞയച്ചു. സിഐ അത് ഞങ്ങളോട് പറഞ്ഞു. അത് പാലിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ഹരിയെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ അവര് ചെയ്യട്ടെ. പിടിച്ച് ജയിലിടുന്നെങ്കിൽ ഇടട്ടെ. ഇതിപ്പോ ഏറ്റവും വിചിത്രമായ സംഗതി എന്താണെന്നറിയോ? ജീവൻ ഭാര്യ നഷ്ടപ്പെട്ടതിൽ ദുഃഖിതനാണെന്ന്. നമുക്കൊരു വക്കീലിനെ കണ്ടാലോ? അവർക്കൊക്കെ അല്ലേ ഇത്തരം കാര്യങ്ങളിൽ ശരിക്കും അഭിപ്രായം പറയാൻ പറ്റൂ. ആന്റി, അത് പ്രശ്നമാണ്. വെറും തെളിവുകൾ മാത്രമാണ് നോക്കുന്നതെങ്കിൽ ജീവൻ പറയുന്നതിൽ ന്യായം കാണാൻ അവർക്ക് പറ്റും. കാരണം കോടതിക്ക് വിവാഹം ഔദ്യോഗികമാണ്. ഇതിപ്പോ നിയമം മാത്രം മതി. നിയമത്തിന്റെ പേരിൽ അവര് തമ്മിൽ തല്ലുന്നുണ്ടോ, തമ്മിൽ കൊല്ലുന്നുണ്ടോ, അതൊന്നും അറിയണ്ട. അല്ല, അവനാ വരവ് വന്നപ്പോഴേ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചതല്ലേ? അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പേടിച്ചോടിയാൽ അവര് പിന്നാലെ വരില്ലേ രാമകൃഷ്ണേട്ടാ?
ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്നവന് അതിനെന്താ പ്രയാസം? അമ്മേ, ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത്? മോളെ, അവന് നിന്നെ പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. എനിക്കറിയാം, എന്നോട് അറപ്പാണ്, വെറുപ്പാണ്. അങ്ങനെയുള്ള ഒരാള് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതിക്കൂടെ? ഈ കാര്യത്തിലെങ്കിലും എന്റെ ഭർത്താവിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയണം. ഇതിന് പിന്നിൽ മകന്റെ തന്നിഷ്ടമാണോ അച്ഛന്റെ ഉപദേശമാണോ എന്ന് അറിയണമല്ലോ. എന്റെ നിത്യമോള് കരഞ്ഞാൽ, ജീവിതം കൈവിട്ടു പോയിന്ന് അവൾ എന്നോട് പറഞ്ഞാൽ, നിങ്ങൾ പണ്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മോന്റെ ജീവൻ എടുക്കാൻ പോലും മടിക്കില്ലെന്ന്. ഇപ്പൊ അത് പറയുന്നത് സുജാതയാ. പറഞ്ഞേക്ക്, അതും പറഞ്ഞേക്ക് നിങ്ങളുടെ മോനോട്. എന്നിട്ട് പറ്റുമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയ്ക്കോ. നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് ഉറപ്പാണ്. നിനക്ക് വേറെ പണിയില്ല ശരവണ.